വീണ്ടും ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. അതിൽ ജിൻഡോയുടെ ക്യാപ്റ്റൻസിയുടെ പേര് പറഞ്ഞുകൊണ്ട് അയാളെ വീണ്ടും അലക്കുവാൻ വീട്ടുകാരുടെ മുൻപിലേക്ക് ഇട്ടുകൊടുക്കുന്നതായിട്ടാണ് ആ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ജിൻഡോയുടെ ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻസി? റസ്മിനാണ് തുടങ്ങുന്നത്. ജിൻഡോയുടെ ക്യാപ്റ്റൻസി അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. സായിയുടെ മറുപടി വരുന്നു, അങ്ങനെ അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കില്ല. അപ്സര പറയുന്നു, ഈ വീട്ടിലെ ഏറ്റവും മോശം ക്യാപ്റ്റൻസി തന്നെയായിരുന്നു ജിൻഡോ ചേട്ടൻ്റേത്. ശ്രീരേഖയുടെ അഭിപ്രായത്തിൽ ജിൻഡോയുടെ ക്യാപ്റ്റൻസി വളരെ മോശമായിരുന്നു. പവർ റൂമിന്റെ ഒരു പപ്പറ്റ് പോലെ, ഒരു പാവ പോലെയായിരുന്നു ജിൻഡോ എന്ന് തോന്നി എന്നാണ് അർജുൻ പറയുന്നത്. ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് ക്യാപ്റ്റൻ ആണ് എന്നുള്ള അഭിപ്രായമായിരുന്നു നോറ പങ്കുവച്ചത്. ജാസ്മിൻ പറയുന്നു, അയാൾ പറയുന്ന എന്ത് കാര്യത്തെയും ചിരിച്ചു സപ്പോർട്ട് ചെയ്യുവാൻ ഇവിടെ കുറെ ആൾക്കാരുണ്ട്, അതുകൊണ്ട് തന്നെ അയാൾക്ക് തോന്നുന്നത് ഞാനാണ് ഇവിടെ വലിയ ഹീറോയിസം കാട്ടുന്നതെന്ന്. ഒടുവിൽ ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞ പ്രമോ അവസാനിപ്പിക്കുകയാണ്. ജിൻഡോ ആരുടെയൊക്കെയോ കയ്യിലെ പപ്പറ്റായിരുന്നു എന്ന് തോന്നുന്നവർ കൈപൊക്കാം. അതെ, ഇന്ന് രാത്രിയിലും ജിൻഡോ വധം വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പ്രൊമോയിൽ കൂടി ലാലേട്ടൻ നൽകുന്ന കൃത്യമായ സൂചന. ഓരോരോ ആൾക്കാർ അവരവരുടെ അഭിപ്രായം പറയുകയും ഒടുവിൽ ജിൻഡോ മോശം ക്യാപ്റ്റൻ ആയിരുന്നു, മറ്റൊരാളുടെ കയ്യിലെ കളിപ്പാവയായിരുന്നു എന്ന് തോന്നുന്നവർക്ക് കൈപൊക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഭൂരിപക്ഷ അഭിപ്രായം സമാഹരിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കൂടി നടക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചത്തെ ഷോ കണ്ടതിൽ കൂടി കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമാണ്. അതായത് പവർ ടീമിന്റെയും അവിടെയുള്ള സാധാരണ ജനങ്ങളുടെയും നടുവിൽ നിൽക്കുന്ന ഒരു പാലമാണ് ജിൻഡോ എന്നുള്ളതായിരുന്നു അവിടെ ഉയർന്നു വന്ന അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഇരുഭാഗത്തുമുള്ള വ്യക്തികൾക്ക് നീതി കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ജിൻഡോ. എന്നാൽ ജിൻഡോ പവർ ടീമുമായിട്ട് മാത്രം സഹകരിക്കുകയും അവരുടെ മാത്രം അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് അവർ പറയുന്നതിനനുസരിച്ച് മറ്റുള്ളവർക്കിട്ട് പണി കൊടുക്കുവാൻ മുൻപിൽ നിന്നൊരാളായിരുന്നു എന്നത് കഴിഞ്ഞ ആഴ്ചയിൽ ആ വീട്ടിലെ കോർണർ ചർച്ചകളിൽ കുറെ ആൾക്കാർ സംസാരിച്ച പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ ആ വിഷയത്തിന്റെ ചർച്ച ചെയ്യുവാനും അതിനൊരു തീരുമാനമുണ്ടാക്കുവാനുള്ള ശ്രമത്തിലേക്ക് ലാലേട്ടൻ വരുന്നു. ഇനിയിപ്പോൾ ഇതിനെന്തെങ്കിലും പണിഷ്മെന്റ് കൂടി ജിൻഡോയുടെ മേൽ വെച്ച് കെട്ടിക്കൊടുക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ട പ്രധാനപ്പെട്ട വിഷയം. അതിനുവേണ്ടി നമുക്ക് വൈകിട്ടത്തെ എപ്പിസോഡ് വരെ കാത്തിരിക്കാം.